ഏട്ടൻ വിഷമിക്കണ്ട, നമുക്ക് പുറത്തേക്ക് വെച്ചിട്ട് മീറ്റ് ചെയ്യാലോ. ഏട്ടൻ എൻ്റെ വീട്ടിലേക്ക് വരാലോ. അമ്മ ഇങ്ങനെയാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഏട്ടനെ ഡിവോഴ്സ് ചെയ്യാനൊന്നും പോകുന്നില്ല. ഞാൻ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ മാനസിക നില തെറ്റും ഏട്ടാ. ഒരു നല്ല ജീവിതം കിട്ടിയിട്ട് അതെങ്ങനെ ആയിപ്പോഴും ദൈവമേ, അതും എൻ്റെ അമ്മ കാരണം. അമ്മേ നിന്നെ കണ്ടോ ഏട്ടാ, നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അമ്മ വീണ്ടും നിന്ന് ഒളിഞ്ഞു കേൾക്കുക. എന്തിനമ്മ ഞങ്ങളടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞങ്ങളെന്താ അമ്മേലെ ശത്രുക്കളാണോ? ശത്രുക്കളടുത്ത് പോലും ആരും ഇങ്ങനെയൊന്നും കാണിക്കും? എന്തൊരു അവസ്ഥയാണ് നോക്കണേ ദൈവമേ. ശരിയാ, നിങ്ങൾ പറയുന്നതെല്ലാം ശരിയാ. അമ്മയ്ക്ക് അമ്മയുടെ തെറ്റ് മനസ്സിലായി. ഇനി അമ്മ മനസ്സിൽ വെച്ച് ഇങ്ങനെയൊന്നും പെരുമാറില്ല. എൻ്റെ മോള് പോവരുത്. ഇവൻ്റെ സ്നേഹം എനിക്ക് കുറഞ്ഞു പോകുമെന്ന് കരുതിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചത്. അമ്മയ്ക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഇവനൊരാളേ ഉള്ളൂ. ഇവൻ്റെ സ്നേഹം അമ്മയ്ക്ക് മാത്രം വേണമെന്നുള്ള വാശി കൊണ്ട് അമ്മ ഇങ്ങനെയൊക്കെ കാണിച്ചത്. ഏട്ടൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാ ഹണിമൂൺ ട്രിപ്പ് പോകണമെന്ന്. അത് ക്യാൻസൽ ചെയ്തിട്ടിരിക്കുക. എന്തിനാന്നറിയോ? അമ്മ ഒറ്റയ്ക്കാവൂന്നും പറഞ്ഞിട്ട്. ഏട്ടൻ അമ്മേനോട് ഒത്തിരി ഇഷ്ടം. ഏട്ടൻ അമ്മേനെ മാത്രം സ്നേഹിക്കണമെന്ന് വാശി പിടിച്ചിരിക്കുമ്പോൾ അമ്മ കുറച്ചെങ്കിലും ഏട്ടനെ തിരിച്ചു സ്നേഹിക്കണം. ഏട്ടൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അമ്മയുടെ സ്നേഹം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അമ്മേനെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മ എന്തിനാ ഏട്ടനെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത്? അമ്മയ്ക്കൊന്ന് ഏട്ടനെ സ്നേഹിച്ചൂടെ? ഇല്ല, അമ്മ ഇനി ഇങ്ങനെയൊന്നും പെരുമാറില്ല. എന്റെ മക്കൾ എന്നോട് ക്ഷമിക്കും. എന്റെ അമ്മ അങ്ങനെയൊന്നും കാണിക്കില്ല. ക്ഷമിക്കും.